ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, മറ്റൊരു കൊച്ചു വെളുപ്പാങ്കാലത്ത് ഞാൻ വീട്ടിൽ നിന്നും പുറപ്പെടുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നു എല്ലാ ദിവസവും രാവിലെ എവിടെയായി പോകുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ രാവിലെ ഏർലി മോർണിംഗ്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏർലി മോർണിംഗ് പോവുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. കാര്യം വലിയ വെയിലൊന്നും ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ രാവിലെ തിരിക്കുകയാണെങ്കിൽ, അപ്പോൾ തമിഴ്നാട് കേരള ബോർഡറിലാണ് ഞാൻ കിടന്ന് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടെ പോകണമെങ്കിൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ സമയം വേണം. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഇപ്പോൾ ഞാനൊരു 5:30 ആകുമ്പോൾ ഇറങ്ങാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 5:30 കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. എന്തായാലും ഒരു 6:30, 6:45, 7 മണിക്ക് മുന്നേ അവിടെ എത്തും. അപ്പോൾ അതും അവിടെ ക്ഷേത്രത്തിലെത്താനുള്ള കറക്റ്റ് സമയമാണ്. ഈ ക്ഷേത്രം ഏതാണെന്നല്ലേ, അത് വളരെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രം തിരുവട്ടാറിലെ ആദികേശവ പെരുമാൾ ടെമ്പിൾ. ഏറ്റവും പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ആദികേശവ പെരുമാൾ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ നടയിൽ താമസിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് സത്യത്തിൽ ഇത് ഇവിടുത്തെ പത്മനാഭസ്വാമിയുടെ ഒരു ജ്യേഷ്ഠൻ പോലെയാണ് അവിടെ ആദികേശവ പെരുമാൾ ടെമ്പിൾ. അപ്പോൾ അവിടേക്കാണ് ഞാൻ പോകുന്നത്. പത്മനാഭസ്വാമിയുടെ നടയിൽ നിന്നും നമ്മൾ തിരുവട്ടാറിലെ ശ്രീ ആദികേശവ പെരുമാൾ ടെമ്പിളിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളെല്ലാം അവിടെ ചെന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ യാത്ര തുടങ്ങാം. റോസി അമ്മ പോയിട്ട് പുറത്ത് വെളിച്ചം കാണുന്നുണ്ടല്ലോ അല്ലേ, ഇരുട്ടാണ്. ഈ സമയത്താണ് നമ്മൾ ഇറങ്ങുന്നത്. സാധാരണ ഇപ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് റോസിയോട് യാത്ര പറയാതെ പോകുന്നത്. ആ സമയത്ത് എവിടെയെങ്കിലും ആയിരിക്കും. ഇപ്പോൾ ദേ ഫ്രണ്ടിൽ തന്നെ പോയിട്ട് വരട്ടെ. ടാറ്റാ. ഇന്നിപ്പോൾ രാവിലെ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ക്ഷേത്രത്തിലേക്ക് മാത്രമല്ലേ പോകുന്നത്. നമ്മൾ വീണ്ടും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ സഞ്ചരിച്ച് പോകണു. ഫ്രണ്ടിൽ ക്ഷേത്രക്കുളമുണ്ട്. എന്ത് ഭംഗി അറിയാമോ ഈ സമയത്തെല്ലാം. രാത്രി ത്രൂ ഔട്ട് ഇങ്ങനെ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ടാവും. ഭഗവാനെ, എന്ത് ഭംഗിയിൽ. ഇവിടെയും പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഈ രാവിലെ ഇത് കണ്ടു പോകുമ്പോൾ തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്, പോസിറ്റീവ് വൈബ്സ്. ഇപ്പോൾ റോഡിലേക്കൊക്കെ നോക്കിയാൽ വാഹനങ്ങൾ കൂടുതലുണ്ട്. അതുകൂടാണ്ട് നേരം വെളുത്തു കഴിഞ്ഞു. സൺറൈസ് സംഭവിച്ചിരിക്കുന്നു. 6:30 ആണ് ഇപ്പോൾ സമയം. നമ്മളിപ്പോൾ ബോർഡർ എത്തിയിട്ടില്ല, പാറശാല എത്താറായി വരുന്നു. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് ഒരു കളിയിക്കാവിള ചെക്ക് പോസ്റ്റ് ഏരിയ എല്ലാം കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലേക്ക് കയറും. ഇതിപ്പോൾ പോകുന്നത് മാർത്താണ്ഡത്തിൻ്റെ വളരെ അടുത്താണ്. മാർത്താണ്ഡം, നിയർ മാർത്താണ്ഡം, തിരുവട്ടാർ. ഫുൾ സൺറൈസ്. എൻ്റെ ദൈവമേ, എന്ത് ഭംഗിയായിരിക്കുന്നു. നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഫുൾ സൺറൈസ്. സൂര്യന് അത്രയും പൊക്കത്തിലെത്തിക്കഴിഞ്ഞു. ഇപ്പോൾ സമയം 7 മണി. നമ്മൾ കഷ്ടിച്ച് 1 മണിക്കൂർ എടുത്തുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ സഞ്ചരിച്ച് ഏതാണ്ട് 50 കിലോമീറ്ററിനുള്ളിലാണ്, 45 കിലോമീറ്റർ സഞ്ചരിച്ച് എത്തി ശ്രീ ആദികേശവ പെരുമാൾ ടെമ്പിൾ ക്ഷേത്രം. തിരുവട്ടാറ് എത്തിക്കഴിഞ്ഞു. അതേ ഭഗവാനെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊരു ഐശ്വര്യമാണെന്ന് അറിയാമോ. അതേ ഈ ഒരു നടയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇത് പടിഞ്ഞാറേ നടയാണെന്ന് തോന്നുന്നു. ഇപ്പുറത്തെ സൈഡിലാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തു. ഇത് നോക്കിയേ, ആ ക്ഷേത്രത്തിൻ്റെ പൗരാണികത ഇങ്ങനെ തന്നെ നോക്കുമ്പോൾ കാണാമല്ലോ. വളരെ പഴക്കം ചെന്ന ക്ഷേത്രം. പടിക്കെട്ടുകൾ കയറി നമുക്ക് മുകളിലേക്ക് പോകാം. കണ്ടോ, എത്ര രസമായിരിക്കണോ. അയ്യോ ഭഗവാനെ, എന്ത് ഭംഗി.
ഇവിടെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് അകത്ത് കൺസ്ട്രക്ഷൻസ് നടക്കുകയാണ്. അതായത് മെയിൻ്റനൻസ്, അങ്ങനെ ഒരുപാട് വർക്ക് നടക്കുന്ന സമയം കൊടിമരം മാറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ആദ്യത്തെ ഒരിക്കലും ഒരു 2 വർഷം മുന്നേ തോന്നുന്നു ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ആവശ്യത്തിന് വന്നപ്പോൾ കൊടിമരം ഇല്ലായിരുന്നു. അപ്പോൾ കൊടിമരം പുതിയതായിട്ട് നാട്ടാൻ പോകണമെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ജനുവരി മാസത്തിലത് പുതിയ കൊടിമരം വന്നു എന്നാണ് ഞാൻ അറിയുന്നത്. ഇപ്പം ഞാൻ പുതിയ കൊടിമരത്തിൻ്റെ ഫ്രണ്ടിലെത്തിക്കഴിഞ്ഞു. ാണ് ഞാൻ ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ ഈ ബ്യൂട്ടിഫുൾ എന്താ പറയുക പില്ലേഴ്സുള്ള ഈ ഒരു ഇടനാഴിയിലൂടെ ഇങ്ങനെ നടക്കുന്നു. നല്ല രസമാണ് കേട്ടോ. ഇവിടെ ആളും ഒച്ചയും പോലും ഒന്നുമില്ല, കണ്ടില്ലേ? ഇപ്പം എന്താ പറയുക, ഒറ്റപ്പെട്ട ഒരു 2, 3, 5, 6 ആൾക്കാരെ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് പോകുന്നത് കാണാം. ആ ഒരു സമയമാകുമ്പോൾ വന്നു പോകും. അപ്പോൾ ഞാനൊരു ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പുള്ളി ഒരു എക്സ് സർവീസ് ആളാണ്. ലാസ്റ്റ് ടൈം വന്നപ്പോൾ പുള്ളിയാണ് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. വലിയൊരു എന്താ പറയുക ഭക്തനാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പട്ടാളം എന്നാണ് അദ്ദേഹത്തെ ഇവിടെ എല്ലാവരും വിളിക്കുന്നത്, കരിയക് സർവീസ് ആയതുകൊണ്ട്. അദ്ദേഹം വന്നിട്ട് കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് എല്ലാം പറഞ്ഞു തരും. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ആധികാരികമായി പറയാൻ പറ്റിയ ആൾക്കാർ വരുന്നതല്ലേ നല്ലത്. നല്ല വിശാലമായ ചുറ്റമ്പലമുണ്ട്. ഇങ്ങനെ നോക്കിയേ, പില്ലേർഡ് ഹാള് പോലെ ഇങ്ങനെ നമുക്ക് പോവാം, ഇടനാഴി പോലെ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദീപലക്ഷ്മികൾ. ഇവിടെ എല്ലാ തൂണിലും ദീപലക്ഷ്മിയുണ്ട്, ഇങ്ങനെ വിളക്കേന്തി നിൽക്കുന്ന ഒരു സ്ത്രീരൂപം. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ, പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ തോന്നും. അങ്ങനെയല്ല, ഓരോ ഈ ദീപലക്ഷ്മിയും ഡിഫറെൻ്റാണ്. ചെറിയ ചെറിയ വ്യത്യാസം മുഖഭാവത്തിലും കൈവച്ചിരിക്കുന്ന രീതിയിലും ഒക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. അത് നമുക്ക് മനസ്സിലാവില്ല പെട്ടെന്ന്. പക്ഷേ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കല്ലിലെല്ലാം തന്നെ. ഇതിപ്പോൾ ദീപലക്ഷ്മിയുടെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ മേളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഇൻട്രിക്കേറ്റ് വർക്ക്സ് ഉണ്ട്, സർപ്പത്തിൻ്റെയും പൂക്കളുടെയും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ നടക്കാം. ഓക്കെ, നല്ല രസമാണ്. പിന്നെ ഉള്ളിലെ കാഴ്ചയൊന്നും നമുക്ക് അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ആ ശ്രീകോവിലിൻ്റെ അവിടെയൊന്നും. എങ്കിലും നമുക്കിങ്ങനെ ചുറ്റമ്പലത്തിലൂടെ നടന്ന് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഓരോ ദീപലക്ഷ്മിയും ഓരോന്ന് പോലെ തന്നെയാണ്. നമുക്കത് വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ചെറിയ ചെറിയ മാറ്റങ്ങൾ ജസ്റ്റേഴ്സിൽ, എക്സ്പ്രഷൻസിൽ, അല്ലെങ്കിൽ കൈ വെച്ചിരിക്കുന്നതിൽ, കാലിൻ്റെ പൊസിഷനിങ് ഒക്കെ മാറ്റമുണ്ട് കേട്ടോ. കേശവ പെരുമാൾ ടെമ്പിളിൻ്റെ ഉള്ളിലാണ്. ഉള്ളിൽ മീൻസ് ശ്രീകോവിലിൻ്റെ ആ ഭാഗത്തല്ല, നമ്മളിങ്ങനെ ചുറ്റുമുള്ള നടപ്പാതയിൽ ഇങ്ങനെ പില്ലേർഡ് ഹാളിലൂടെ നടക്കുന്നു. അപ്പോൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഇത് പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇവിടുത്തെ ഭഗവാനും, അതായത് പെരുമാൾ എന്ന് പറയുന്ന ഇവിടുത്തെ ആദികേശവ പെരുമാൾ, അദ്ദേഹവും പത്മനാഭസ്വാമിയും കിടക്കുന്നത് ഒരേപോലെയാണ്. അതായത് അനന്തശയനമായിട്ടാണ് കിടക്കുന്നത്. അനന്തൻ എന്ന് പറഞ്ഞാൽ സർപ്പമാണ്, സർപ്പത്തിൻ്റെ മുകളിൽ ശയിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവാണ്. പിന്നെ എന്നിട്ട് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, അവിടുത്തെ ഭഗവാൻ, അതായത് പത്മനാഭസ്വാമി കിഴക്കോട്ടാണ് ഫേസ് ചെയ്യുന്നത്, കിഴക്കോട്ട് ദർശനം. ഇവിടുത്തെ ഭഗവാൻ പടിഞ്ഞാറേക്കാണ് ഫേസ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്നു, നമ്മൾ കിഴക്കോട്ട് നോക്കി ഇങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, ഇവിടെ പടിഞ്ഞാറ് നിന്ന് പ്രാർത്ഥിക്കുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും ശിരസ് കിടക്കുന്നത് ഒരു ഭാഗത്തേക്ക് തന്നെയാണ്. അത് തെക്കോട്ടാണ് ശിരസ് വെച്ചിരിക്കുന്നത്, കാൽപാദം ഇരിക്കുന്നത് വടക്കോട്ടും. അതിന് മാറ്റമൊന്നുമില്ല, രണ്ടുപേരും ഒരേ. അപ്പോൾ ഫേസ് ടു ഫേസ് ആണ്, ദേ ആർ ഫേസിങ് ഈച്ച് അതർ എന്ന് പറയില്ല, അതുപോലെ.
അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെക്കാട്ടിലും പഴക്കം ചെന്ന ക്ഷേത്രമാണ്. അകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആ ബലിക്കല്ലിരിക്കുന്നതിൻ്റെ ആ ഭാഗത്തൊക്കെ കുറേ ഇൻട്രിക്കേറ്റ് വർക്ക് ചെയ്തിട്ടുള്ള മനോഹരമായ ശില്പങ്ങൾ കാണാം, കല്ലിൽ കൊത്തിയ ശില്പങ്ങൾ. അതിനൊക്കെ ഒരു കഥ പറയാനുണ്ട്, അല്ലെങ്കിൽ അതിന് ഒരു പ്രാധാന്യമുള്ള കുറേ വിശേഷപ്പെട്ട ശില്പങ്ങളുണ്ട്. അത് ഞാൻ കാണിച്ചു. ഇവിടെ ഇതൊരു ഭയങ്കര സെറൈൻ അറ്റ്മോസ്ഫിയറാണ്. ഒരു കാലത്ത് ഇത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമായിരുന്നു. ഒരു പക്ഷേ തിരുവിതാംകൂറിൻ്റെ ഭരണമൊക്കെ കംപ്ലീറ്റ് സെൻട്രലൈസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ട്രിവാൻഡ്രം അവിടെയാണ്, കവടിയാർ കൊട്ടാരത്തിലാണ്. ആ ഒരു പീരീഡൊക്കെ ഇവിടുന്ന് ആ പാർട്ടിഷൻ കഴിഞ്ഞ് വിഭജനം കഴിഞ്ഞ് അങ്ങോട്ട് കുറേ സ്ഥലം വിട്ടുകൊടുത്ത് നമ്മൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് എല്ലാം മാറിപ്പോയപ്പോൾ പത്മനാഭപുരം പാലസിൽ നിന്നും രാജകുടുംബം തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയതിന് ശേഷമായിരിക്കണം ഇവിടെ കുറച്ച് പ്രാധാന്യം കുറഞ്ഞു പോയത്. പക്ഷേ ഒരു വ്യത്യാസവും ഇല്ല, ഭഗവാൻ ഇവിടെയും ഭയങ്കര ചൈതന്യത്തോടു കൂടി വലിയ ശക്തിയുള്ള, പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ഭഗവാനായിട്ട് തന്നെ നിലകൊള്ളുന്നു. അപ്പോൾ ഇത് വലിയ സംഭവമാണ്. ഇവിടെ ഇത് കാണേണ്ട ക്ഷേത്രമാണ്, വന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സ്ഥലം, തിരുവട്ടാറിലെ ശ്രീ ആദികേശവ പെരുമാൾ ടെമ്പിൾ. ശ്രീകൃഷ്ണൻ്റെ പ്രധാന നട. ഞാൻ ആ സൈഡിലൂടെ കയറിയത്, ഇതുവഴിയാണ് ശരിക്കുള്ള എൻട്രൻസ്. അപ്പോൾ പ്രധാന ശ്രീകോവിലിൻ്റെ സൈഡിലായിട്ട് ബാലാലയം എന്ന് പറയുന്നൊരു ഭാഗത്താണ് ഇപ്പോൾ ഈ അഭിഷേകമൂർത്തി അല്ലെങ്കിൽ ഉത്സവമൂർത്തിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അകത്ത് ശരിക്കുമുള്ള നമ്മളുടെ സാങ്ക്ടം സാങ്ക്ടോറിയം അല്ലെങ്കിൽ പ്രധാന പ്രതിഷ്ഠയിരിക്കുന്ന ഭാഗത്താണ് ഭഗവാൻ ഇങ്ങനെ കിടക്കുന്നത്. റിപ്പാവൊക്കെ നടക്കുകയാണ്, അതുകൊണ്ട് അത് അടച്ചിരിക്കണു. അത് അകത്ത് അവിടെയും പോയി ഞാൻ തൊഴുതു, പക്ഷെ അവിടെ പൂജയില്ല. ഇപ്പുറത്തെ സൈഡിലാണ് പൂജ നടക്കുന്നത്. ബാലാലയത്തിൽ ദിവസപൂജ, ചന്ദനമൊക്കെ കിട്ടി. ഇനി നമ്മളുടെ ആ പട്ടാളം ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ ശീവേലിയുടെ സമയമായി. അദ്ദേഹം ശീവേലിയുടെ കൂടെ ഇങ്ങനെ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കാനായിട്ട് പോകും. ഭയങ്കര ഭക്തനാണ്. അപ്പോൾ ശീവേലിയുടെ സമയമായി എന്ന് പറഞ്ഞു. ഞാൻ ആളിനെ കണ്ടു. അപ്പോൾ ശീവേലി കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ശീവേലിയും കാണാം, ഇങ്ങനെ ചുറ്റി കൊണ്ടുപോകുന്നത് ഭഗവാന്റെ ഒരു ചെറിയ വിഗ്രഹം.
അപ്പോൾ ഇത് ധർമ്മശാസ്താവായിരുന്നു ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ഉപദൈവങ്ങളുടെ ചെറിയ ചെറിയ പ്രതിഷ്ഠകൾ, ചെറിയ ചെറിയ കുഞ്ഞു കോവിലുകൾ പോലെ ചുറ്റുമുണ്ട്. ഇവിടെ 4 പ്രദർശനം വയ്ക്കണം പ്രാർത്ഥിച്ചിട്ട്. ഭസ്മവും ചന്ദനവും ആണ് തരുന്നത്. പിന്നെ നമ്മൾ കുടിക്കാൻ നിന്നില്ലേ തീർത്ഥം പാലും തേനും എല്ലാം ചേർത്തതാണ്, എല്ലാം മധുരമായിരുന്നു. അപ്പോൾ ടോട്ടലൊരു പോസിറ്റിവിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ. ക്ഷേത്ര പരിസരത്ത് വരുമ്പോഴും ഭഗവാനോടൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും ഇങ്ങനെ നടക്കാം നമുക്ക് ചുറ്റമ്പലം ചുറ്റി. അപ്പോൾ ഇനി ശിവേലിയാണ് അടുത്തത്. ശിവേലി ഇതുവഴി പോകും, അപ്പോൾ നമുക്കത് കാണാം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരാൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന്. അദ്ദേഹം എത്തിക്കഴിഞ്ഞു. ശ്രീ സുകുമാരൻ നായർ എന്നാണ് സാറിൻ്റെ പേര്. പട്ടാളം എന്ന് ഓമന പേരിലാണ് അറിയപ്പെടുന്നത്. സാർ എക്സ് സർവീസാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ ക്ഷേത്രവുമായി വളരെ അടുത്ത ബന്ധമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും. പിന്നെന്താ പറയുക, അദ്ദേഹം ഡെയിലി അല്ലേ എല്ലാ ദിവസവും ഇപ്പോൾ ശീവേലി നടന്ന സമയത്ത് കണ്ടില്ലേ ഇങ്ങനെ എന്തായിരുന്നു ചിഞ്ചി കുത്തി, പിന്നെ അകത്ത് വന്നിട്ട് പിന്നെ ഇതുണ്ടായിരുന്നല്ലോ കൊട്ട് പാണി എല്ലാം അറിയാം. ഓക്കെ, അദ്ദേഹമാണ് അതിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമാണ് അമ്പലത്തിൻ്റെ ശംഖൂതും എല്ലാം ഉണ്ട് അല്ലേ. ക്ഷേത്രത്തിൽ എത്ര മണി വരെ എത്ര മണി വരെ കാണും സാധാരണ? ഞാൻ വന്ന് ഇപ്പോൾ 8:30 മണി തൊട്ട് 12 മണി വരെ പൂജ കഴിഞ്ഞ് പറഞ്ഞാൽ ഞാൻ പോകും. പിന്നെ അത് 5:30 മണിക്ക് വരും വന്ന് പിന്നെ 7:15 ഒരു നിവേദ്യം, 5ാമത്തെ നിവേദ്യം കൊടുത്തു. 5 കാല പൂജയാണ് ഇവിടെ. ഓക്കെ, 5 നേരം പൂജയുണ്ട്. 7:15 എല്ലാം നിവേദ്യം കഴിഞ്ഞ് ശംഖൂതിട്ട് എന്നിട്ട് തിരിച്ചു വീട്ടിൽ പോകുള്ളൂ. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നത്. ഇപ്പോൾ അതേ കൊടിമരത്തിൻ്റെ താഴെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് സാർ എന്താ പറയുന്നത്? ഈ ഒരു ക്ഷേത്രത്തിൽ കൊടിമരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൂലോകത്തിൽ മനുഷ്യൻ്റെ നട്ടല്ലാണ് ക്ഷേത്രത്തിന്റെ നട്ടല്ലാണ് കൊടിമരം. നമുക്ക് നട്ടലിൽ എന്തെങ്കിലും ഡാമേജ് ആയാൽ നമ്മൾ വളയും. അതുപോലെ കൊടിമരത്തിന് എന്തെങ്കിലും ഡാമേജ് ആയാൽ ക്ഷേത്രത്തിന്റെ അധപ്പതനം അതിനെ കണ്ടുപിടിച്ച് പുതിയത് കൊണ്ടുവന്ന് വച്ചിട്ട് പഴയതിനെ ചെറുത് വെട്ടി ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് ശക്തിമായ മന്ത്രത്തോടെ ചേർന്ന് എരിച്ചിട്ട് അതുപോലെ എരിച്ച് ചാമ്പലിനെ കൊണ്ട് ആറ്റിൽ കലക്കുക. ഇത് നമുക്ക് കുടിമരം എന്ന് പറഞ്ഞാൽ നമുക്ക് 32 അടുക്കുകളുണ്ട് നട്ടല്. അതേമാതിരി കുടിമരത്തിൽ 32 അടുക്കുകൾ വെട്ടും. നമുക്കൊരു പ്രാണവായു പോകാൻ വേണ്ടി ഒരു നരമ്പുണ്ട്, അതേമാതിരി കൊടിമരത്തിൽ വെട്ടും. അത് വന്ന് 3 ആത്മാക്കളെ സാക്ഷി നിർത്തും. പരമാത്മ, ഭൂതാത്മ, ബ്രഹ്മാത്മ. 3 ആത്മാക്കളെയും സാക്ഷി നിർത്തി ശക്തിമായ മന്ത്രത്തോടെ വാദ്യഘോഷങ്ങളോടെ നിർത്തുന്നതാണ് കൊടിമരം. കൊടിമരം എന്ന തത്വം എന്ന് പറഞ്ഞാൽ ആകാശത്തിലുള്ള ബ്രഹ്മത്തിന്റെ ഒളിയൽ അത് വലിച്ചെടുക്കും. വലിച്ചെടുത്ത് നേരെ കോവിൽ കുംഭത്തിലേക്ക്, കുംഭത്തിൽ നിന്ന് കിടക്കുന്ന ആളിന് മൂലവർക്കയക്കും. അതാ കൊടിമര തത്വം. നമ്മൾ ഏത് കൊടിമരം കോവിൽ ക്ഷേത്രത്തിൽ കൊടിമരം ഉണ്ടോ ആ കൊടിമരത്തിന്റെ തോതി തന്നെ നമ്മൾ അകത്തോട്ട് പോകും. പോകുമ്പോൾ നമുക്ക് കണ്ണ് കാണാതെ ഒരു പ്രാണവായു നമ്മൾ നെഞ്ചിലടിച്ച് നമ്മളെ ശുദ്ധപ്പെടുത്തി നേരെ അകത്തോട്ടയക്കുമ്പോൾ ഒരു വലിയ വെല്ലിക്കണ്ടുണ്ട്. അതിനെ അതിനെ തൊട്ട് തൊഴാൻ പാടില്ല. തൊഴുമ്പോൾ നമുക്ക് അവിടെയും ഇവിടെയും അന്യനാട്ടിൽ നിന്നെല്ലാം വരണതുകൊണ്ട് നമ്മുടെ ദേഹത്ത് പിശാച് കാത്ത് ഇതെല്ലാം നമ്മളെ പിടിച്ചിരിക്കും. വേണ്ടാത്ത ഇതെല്ലാം പിടിച്ചിരിക്കും. അതിനെ നമ്മൾ അത് വലിച്ചെടുത്ത് ശുദ്ധപ്പെടുത്തി നേരെ
ഭഗവാനെ തൊഴാൻ വേണ്ടി അകത്തോട്ട് അയക്കും. അപ്പം നമ്മളെ ടോട്ടലി ശുദ്ധീകരിച്ചിട്ടാണ് ഭഗവാനെ തൊഴാനായിട്ട് അകത്തേക്ക് വിടുന്നത്. ഇതാണ് ഒരു വിശ്വാസം, വിശ്വാസികളുടെ വിശ്വാസ പ്രമാണമാണ് ഇപ്പം അദ്ദേഹം പറയുന്നത്. ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും കൊടിമരം ഏറ്റവും പ്രധാനമാണ്, ഒരു മനുഷ്യൻ്റെ നട്ടെല്ല് പോലെ എന്ന് പറഞ്ഞു. പിന്നെ അത് നമ്മളെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അവിടെ തൊഴുതിട്ട് അകത്തേക്ക് പോയി ബലിക്കല്ലാണ് പിന്നെ കാണുന്നത്. ബലിക്കല്ലിലും തൊട്ട് തൊഴാൻ പാടില്ല, ഇങ്ങനെ തൊഴാനേ പാടുള്ളൂ. അവിടെ വീണ്ടും നമ്മൾ പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാം വേണ്ടാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ അതുപോലെ തന്നെ ഉത്സവത്തിന് കൊടിമരത്തിൽ ദർഭഘട്ടണില്ലേ, ദർഭയ്ക്ക് വലിയ അസുരശക്തികളെ വലിച്ച് അകത്തോട്ടാക്കില്ല. നമ്മൾ ഒരു പുണ്യകർമ്മം നടത്തുമ്പോൾ അശുദ്ധ ശക്തികൾ ചുറ്റും നിൽക്കും. അതിനെ ദർഭയില്ല, അതാണ് നമ്മുടെ തന്ത്രിമാരെല്ലാം പവിത്രം എന്ന് പറയും. ദർഭ വെച്ചിട്ട് ഈ ദർഭപ്പുല്ല് നമ്മൾ കണ്ടാൽ അവർ നീങ്ങി നിൽക്കും. ദർഭ എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് കൊടിമരത്തിൽ ഉത്സവ സമയത്ത് കൊടി കയറുമ്പോഴും ഈ വേണ്ടാത്ത ദുഷ്ടാത്മാക്കളെല്ലാം മാറ്റും എന്നാണ് പറയുന്നത്. ഈവിൾ സ്പിരിറ്റ്സ് അതാണ് ഉദ്ദേശിക്കുന്നത്, അതിനെല്ലാം മാറ്റും. കൊടിമരത്തിന്റെ മൂട്ടിൽ രണ്ടുപേര് കാണാം, ജയനും വിജയനും. ദ്വാരപാലകർ 4 പേരുണ്ട്. മണ്ഡപത്തിൽ 2 പേര് നിൽക്കും, ചണ്ടനും പ്രചണ്ഡനും. അവരാണ് അദ്ദേഹത്തിന്റെ കൂടെ പോണത്. അതായത് ഭഗവാന്റെ പ്രതിഷ്ഠയുടെ തൊട്ട് ഫ്രണ്ടിൽ 2 പേര് നിൽക്കുന്നതാണ് ചണ്ടനും പ്രചണ്ഡനും, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബോഡി ഗാർഡ് പോലെ അല്ലേ. ഇത് കൊടിമരത്തിന്റെ 2 സൈഡിലുള്ള ജയനും വിജയനും. ഇദ്ദേഹത്തിന്റെ ഒരാൾ കൈ വിരൽ ഇങ്ങനെ വെച്ചേക്ക്, ഒരു വിരൽ കാണിക്കും, ഒരു വിരൽ കാണിക്കും. അകത്തിരിക്കുന്ന ദൈവം ഒന്ന്, ഭഗവാൻ ഒന്ന്, ഒരു ഭഗവാൻ. ഇന്നൊരാൾ ഇങ്ങനെ വെച്ചിരിക്കും. ലോകത്തിൽ ഇദ്ദേഹത്തിന് വേറെ ആരുമില്ല. അങ്ങനെ അൾട്ടിമേറ്റ് പവർ ആണ് ജയനും വിജയനും. ഓക്കെ, മനസ്സിലായി. ഇത് കഴിഞ്ഞ് നമ്മൾ കൊടിമരത്തിന്റെ തൊഴുതിട്ട് നേരെ അകത്തോട്ട് പോകുന്നു. എല്ലാം ഒരു സയൻസ് ആണ് കേട്ടോ, ഒരു നല്ല ചിട്ടയുണ്ട്, അതാണ് സംഭവം. അകത്തോട്ട് പോകുമ്പോൾ വലിയ ബലിക്കല്ലിനെ കാണാം. ഇതാണ് വലിയ ബലിക്കല്ല്. പിന്നെ എനിക്കറിയേണ്ട ഒരു അപ്പൊ നമ്മൾ ബലിക്കല്ലിന്റെ ഫ്രണ്ടിലെത്തി. ഓക്കെ, അപ്പൊ ഞാനിപ്പോ കണ്ടത് സാറ് ശിവേലിയുമായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഓക്കെ, അത് എല്ലാ ഭാഗത്തും ബലിക്കല്ലുകളിൽ വന്നിങ്ങനെ ചോറും പിന്നെന്താ തീർത്ഥം പൂക്കളൊക്കെ ഇടും. അതിന്റെ എന്താണ്? 8 ദിക്ക് അഷ്ടദിക് ബാലകർ. 8 ഭാഗത്ത് ഇവിടെ കൊടിമരത്തിന്റെ പൂജ കഴിഞ്ഞ പിന്നീട് അഷ്ടദിക്കിൽ തൂടും. അതെ, പിന്നെ ചുറ്റോട് ചുറ്റും ദേവഗണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ അകത്തീന് ആവാഹിച്ച് പാണിവെള്ളക്കിലേക്ക് ദീപം കൊളുത്ത് പോറ്റി വന്നു. ആ സമയത്ത് ഞാൻ ചങ്കൂതി പാണി കൊട്ടുമ്പോൾ ഈ ദേവഗണങ്ങളെല്ലാം ഉഷാറാവും. ആഹാരം കിട്ടും, ആഹാരം കിട്ടും. ആ സമയത്ത് നമ്പി പോറ്റി വന്ന് ചോറിടും, എല്ലാത്തിനും ചോറിട്ടിട്ട് ദേവഗണങ്ങൾക്ക് ചോറ് കൊടുക്കുന്നതാണ്. ആ ചോറ് കൊടുത്തിട്ട് ഇദ്ദേഹം ഭഗവാൻ വന്ന് തലയിൽ വെച്ച് ചുറ്റും വരും. ചുറ്റും വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആഹാരം തൃപ്തിയായോ എൻക്വയറി ചെയ്യാനാണ്. അപ്പൊ ശിവേലിയുടെ തത്വം ഇത്രയേ ഉള്ളൂ. ഈ ചുറ്റുമുള്ള ദേവഗണങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയാണ് ഉള്ളിൽ നിന്നും. അപ്പോൾ ഭഗവാനെ തിടമ്പിലേറ്റ് ഇങ്ങനെ തലയിൽ വെച്ച് കൊണ്ടുപോകുന്നത് ഭഗവാൻ ഇത് സൂപ്പർവൈസറി ആയിട്ട് പോകുന്നതാണ്. നിങ്ങൾക്കെല്ലാം ഭക്ഷണം കറക്റ്റ് ആയിട്ട് കിട്ടിയോ, ഹാപ്പി ആണോ, സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളൊരു അന്വേഷണത്തിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് നടക്കുന്നത്. ലാസ്റ്റ് ക്ഷേത്രപാലൻ എന്നൊരു ബലിക്കല്ലുണ്ട്, അവിടെയാണ് എല്ലാം. അത് കഴിഞ്ഞ് വലിയ വലിയ കല്ല് ഇവിടെയാണ് അഷ്ടദിക്ക് തൂ. അതായത് ഈ ബലിക്കല്ലിന്റെ അഷ്ടദിക്ക് തൂവിട്ട് അകത്തേക്ക് കയറിപ്പോകും. അതെ, ഇത് ഒരു ദിവസം എത്ര പ്രാവശ്യം ചെയ്യുന്നുണ്ട്? 3 പ്രാവശ്യം ഈ ശിവേലി എന്ന് പറഞ്ഞ ചടങ്ങ് 5 കാല പൂജയുള്ള കോവിലാണ്. 5 നേരം പൂജയുള്ള കോവിലാണ്. എല്ലാ കോവിലും 2 കാലം 3 കാലം ഇവിടെ 5 കാല പൂജ. വേണാട്ടിൽ ഭരിച്ചിരുന്നത് ആ സമയത്ത് ഉദയമാർത്താണ്ഡവർമ്മയും മഹാരാജാവ് ആദിത്യവർമ്മയും അണ്ണനും അനിയനും കൂടെ ചേർന്നാണ് ഈ കോവിലിനെ വലുതാക്കിയത്. കിപി 776 വലുതാച്ചത്. 700 എത്ര വർഷം പഴക്കമുണ്ട്? 776. അപ്പോ അതിന് മുമ്പേ കോവിലുണ്ട്. അപ്പൊ അത് ഏതാണ്ട് എത്ര വർഷം പിന്നിലേക്ക്? 1300 വർഷം. അപ്പാണ് കിപി 776 ആദിത്യവർമ്മയും മാർത്താണ്ഡവർമ്മ അനുഴന്തെന്നാൽ മാർത്താണ്ഡവർമ്മയുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ. അയ്യോ, അത്രയും പിന്നിലേക്ക് പോകണം അല്ലേ? അതായത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ അപ്പൂപ്പന്റെ 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 കാലത്ത് 1729 AD വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പത്മനാഭപുരം കൊട്ടാരത്തിൽ പാണ്ഡിപ്പടയും ഡച്ച് പടയും ഭയന്നാണ് നേരെ. പാണ്ഡിപ്പടയും ഡച്ച് പടയും ഭയന്നാണ് അങ്ങോട്ട് കവടിയാർ പാലസിലേക്ക് പോയത്. അതുവരെ ഇവിടെ പത്മനാഭപുരം അനന്തങ്കാട്ടിൽ ദിവാകര മുനിവറ പ്രതിഷ്ഠ, പത്മനാഭന്റെ ഉഭയം. ഓക്കെ, അവിടെ നിന്നാണ്
പത്മനാഭസ്വാമി വന്ന് അത് കലിയുഗം തുടങ്ങി 950 ദിവസങ്ങളാണ് പത്മനാഭന്റെ ഉപയോഗം. പത്മനാഭസ്വാമി വരുന്നതിന് മുന്നേ ഇവിടുത്തെ ഈ ശംഖകാലം, തമിഴിലെ ശംഖകാലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, 2-ം നൂറ്റാണ്ട്. ആ സമയത്തെ ഈ കോവിലുണ്ട്. ശംഖകാലത്തിലൊന്നും സംഘമേജ് അല്ലേ? ഓക്കെ. സംഘകാലത്തിലെ ഈ സംഘമേജ് എന്ന് പറഞ്ഞൊരു വലിയൊരു കാലഘട്ടമുണ്ട് തമിഴ് ലിറ്ററേച്ചറിൽ. 2-ം നൂറ്റാണ്ടോടെ ക്ലോസ്. അതെ, 2-ം നൂറ്റാണ്ടോടെ അത് കഴിഞ്ഞു. ആ സംഘകാലത്തിലെ ഈ ക്ഷേത്രമുണ്ടെന്ന്. അത് അപ്പോഴാണ് ഈ മാങ്കുടി മരുതനാർ എന്നൊരു കവിஞർ ഇദ്ദേഹത്തിന് വേണ്ടി ശംഖകാലത്തിൽ പാടിയിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാർ പാടിയിട്ടുണ്ട്. അതിനെല്ലാം രേഖകളുണ്ട്. അതാണ് രേഖകളുണ്ട്. അത് കേരളവർമ്മ മഹാരാജാവ് കോട്ടയം തമ്പുരാൻ പാടിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ സാറ് പറഞ്ഞില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താ പറഞ്ഞത്? ഈ ക്ഷേത്രത്തിന്റെ വേറൊരു പ്രത്യേകത എന്താ പറഞ്ഞത്? ഈ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വലിയ വലിയ കോവിലുകളുണ്ട്. നമ്മുടെ ചുറ്റമ്പലം ഇത്രയും 222 കല്ലിൽ നിൽക്കുന്ന ക്ഷേത്രം വേറെ എവിടെയും ഇന്ത്യയിൽ. പില്ലേഴ്സ് അല്ലേ? 222 കൽത്തൂണുകൾ ക്ഷേത്രം. പത്മനാഭസ്വാമിയോ? അത് കുറവാണോ? ഈ 222 കൽത്തൂണുകൾ 2 എക്സ്ട്രാ അങ്ങോട്ട് 224 മൊത്തം. 222 കൽത്തൂണുള്ള ചുറ്റമ്പലം തിരുവട്ടാർ ആദികേശവ പെരുമാളിനെ വിട്ട് വേറെ എവിടെയില്ല. ഓക്കെ, ക്ലിയർ ആയിട്ട് കേട്ടോളൂ. 222 സ്റ്റോൺ പില്ലേഴ്സ്, അതായത് കൽ തൂണുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ചുറ്റമ്പലമാണ്. അത് വേറെ എവിടെയുമില്ല, തിരുവട്ടാറിലെ ആദികേശ്വരം. അതേമാതിരി ഈ വിഗ്രഹങ്ങളെല്ലാം ഇതിനെക്കുറിച്ചും പറയാനുണ്ട്. അതെ, ഇത് സ്കൾപ്ചേഴ്സ് മനോഹരമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ പ്രതിമകളാണ് കല്ലിൽ കൊത്തിയെടുത്ത്. അതിനും പ്രത്യേകതകളുണ്ട്. സാർ ഇതൊന്ന് പറഞ്ഞു തന്നെ. വിഭീഷണനാണല്ലേ? വിഭീഷണൻ. അത് ശരി. ഇതിൽ വേറെ എന്തൊക്കെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ടല്ലോ. അതായത് ശിവപെരുമാന്റെ നടനമാടുന്ന സമയത്ത് ബ്രഹ്മാവ് അതുകൊണ്ട് കൊട്ടടിക്കുന്നു. ഓക്കെ, ഇവിടെ ഇരിക്കുന്നു ഹനുമാൻ തബലടി. ഇവരെല്ലാം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാണ്. ബ്രഹ്മാവ്, ഹനുമാൻ, ഭഗവാൻ. അപ്പൊ ഇവിടെ നടരാജൻ ആടാണ്, ഡാൻസ്. നോക്കിയേ, ഒരു കാല് കൊണ്ട് ഇത് വന്നിട്ട് കമ്മലെന്തോ ഊരി എടുക്കുന്ന അങ്ങനെ എന്തോ പറയും. അത്ര നടരാജ പോസ്റ്ററാണ്. ചിദംബരത്തിൽ ഇരിക്കുന്ന വിഗ്രഹം പോലെ. അതെ, നടരാജ വിഗ്രഹം. ഇതുണ്ടോ, കാലുണ്ടോ പൊക്കത്തില്? ഇതൊക്കെ കല്ലിൽ അതേപോലെ കൊത്തിയെടുത്ത്. ഇപ്പുറത്തെ സൈഡിൽ എന്താ? മഹാവിഷ്ണുവും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. കൊട്ട് ഇതല്ല. അതായത് ശിവഭഗവാന്റെ ഈ നൃത്തത്തിന് എല്ലാവരും സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് പോലെ എല്ലാവരും ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. കങ്കാളൻ. ഓഹോ, ഇത്ര മനോഹരമായി ചെയ്തിരിക്കണോ കല്ലിൽ. ഇതെല്ലാം ഓരോ ഡീറ്റെയിലിങ്ങും ഉണ്ട് ഇതിനകത്ത്. ഒറ്റക്കല്ലില്. നേരത്തെ കണ്ട കാര്യമാണ്. അതായത് നമ്മളുടെ വ്യാളി. അത് ശരി, കാലഭൈരവനാണിത്. വലിയ വീഴ്ച ഇങ്ങനെ താഴേക്ക് ഇരിക്കുന്ന കാലഭൈരവൻ. ഇതൊക്കെ പ്രധാനം. നോക്കൂ, ഓരോ ഡീറ്റെയിലിങ് നോക്കൂ. ഈ കാലി കിടക്കുന്ന ചങ്ങല എല്ലാം, എവറിത്തിങ് ഇസ് ഡീറ്റെയിൽഡ്. ഇത് ഭദ്രകാളി. കാലഭൈരവൻ കഴിഞ്ഞു, ഭദ്രകാളി. അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വാങ്ങിക്കുമ്പോൾ പട്ടി, സിംഹം, കടുവ അതെല്ലാം വന്ന് സ്നേഹത്തോടെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇതിന്റെ സങ്കല്പം എന്ന് പറയുന്നത് ശത്രുക്കൾ പോലും മിത്രങ്ങളായി നിൽക്കുന്ന കാഴ്ചയാണ് അല്ലേ? പാല് കുടിക്കുന്ന പട്ടിയുടെ പാല് കുടിക്കുന്ന കടുവയുടെ പട്ടി കടുവയുടെ പാല് കുടിക്കുന്ന. പിന്നെ അത് കഴിഞ്ഞിട്ട് സർപ്പവും എലിയും ഒന്നിച്ച് തിരിക്കുന്നു അല്ലെ? അതായത് എനിമീസ് തമ്മിൽ കൂട്ടുകൂടി നിൽക്കുകയാണ്. അവര് ഭക്ഷിക്കുന്നതാണ്. ഇപ്പൊ എന്താ പറയാ, പാമ്പും എലിയും തമ്മിൽ ചേരില്ലല്ലോ, പക്ഷെ ഇവിടെ ഭയങ്കര ഒന്നായി തീരുന്നു. ഇത് അപ്പൊ കൃഷ്ണന്റെ ആ തോടക്കുഴൽ നാദം കേട്ടിട്ടാണ് ഇവരെല്ലാവരും ശത്രുക്കളും മിത്രങ്ങളും ഒന്നായി ഇങ്ങനെ ഒരു എക്സ്റ്റസിയിൽ നിൽക്കുന്ന ഒരു ട്രാൻസിലാണ് അവർ. എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് ഒരുപാട് പ്രാവശ്യം കേട്ടതിൽ പിന്നെ മറന്നു പോകും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഉത്ഭവം, ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിനെ കുറിച്ചാണ് പറയുന്നത്. സാർ, ഒരു കാലത്ത് ബ്രഹ്മാവ് യാഗം നടത്താൻ, അപ്പം മഹാവിഷ്ണുവിന് യാഗം നടത്താൻ തൃപ്തിയില്ല. അദ്ദേഹത്തിന്റെ ജ്ഞാനദൃഷ്ടിയിൽ നോക്കിയപ്പോഴും ഇദ്ദേഹത്തിന്റെ അഹങ്കാരം കൊണ്ടാണ് ബ്രഹ്മാവ് വന്ന് നടത്തുന്നതെന്ന് തോന്നി. ആ സമയത്ത് യാഗശാലയിൽ ദേവഗണങ്ങൾ എല്ലാം ചേർന്ന്, പണ്ഡിതജികളെല്ലാം ചേർന്ന് യാഗം നടത്തി യാഗശാലയിൽ തീ കൊളുത്തിക്കൊണ്ടിരുന്നു. ആ സമയത്ത് മഹാവിഷ്ണു സരസ്വതി ദേവി വിളിച്ചു, ബ്രഹ്മാവിന്റെ ഭാര്യയെ.
വിളിച്ചിട്ട് മന്ത്രത്തിന് തെറ്റാൻ പറഞ്ഞു. അപ്പൊ മന്ത്രത്തിന് തെറ്റുമ്പോ സരസ്വതി ദേവി മടിച്ചു. ഭർത്താവ് ചെയ്യുന്ന യാഗമല്ലേ, എങ്ങനെ വിളിക്കും? അദ്ദേഹം പറഞ്ഞത് കേൾക്കാനും ഒക്കില്ല. ആ സമയത്ത് നാക്കിൻ്റെ അകത്ത് പണ്ഡിജിമാരെ നാക്കിൻ്റെ അകത്ത് കയറിയപ്പോൾ മന്ത്രം തെറ്റിയപ്പോൾ യാഗശീല ആളിക്കത്താൻ തുടങ്ങി. അതിന് വലിയ ഒരു പുക വരാൻ തുടങ്ങി. ആ പുകയും വന്നപ്പോൾ ഇവരെല്ലാം ഭയന്നുപോയി. ഭയന്ന് എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ 2 അട്ടഹാസത്തോടെ ചിരി സൗണ്ട് കേശനും കേശിയും വന്ന് ഉൾപ്പിച്ചു. ആ സമയത്ത് അവിടെ ഇരുന്ന കേശി ബ്രാഹ്മണന്മാരെയും അവരെല്ലാം പിടിച്ച് വിഴുങ്ങാൻ തുടങ്ങി. ആ സമയത്ത് ബ്രഹ്മാവ് ഓടി വന്ന് ഇവരോട് കേട്ടു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് ചിരിച്ചി വിവരം വേണം. ഈ ശിവഭക്തനാണ്. എന്താ പറഞ്ഞത്? ചിരഞ്ജീവി എനിക്ക് എന്നെ ആരും കൊല്ലാൻ പാടില്ലെന്ന് പറയാം. ഇദ്ദേഹം മടിച്ചു. ആരെ? ബ്രഹ്മാവ്. പൊന്മല എന്ന സ്ഥലത്താണ്. ഇപ്പം പൊന്മനയാണ് ആ സ്ഥലത്തിന്റെ പേര്. അന്ന് മല ഇപ്പോഴാണ് സംഭവം നടന്ന സ്ഥലം. ആ സമയത്ത് പിന്നെ ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ശരി വരം കൊടുത്തു. ആ ഗുഹയ്ക്ക് ഇവർ രണ്ടുപേരും അകത്തോട്ട് പോയി അട്ടഹാസങ്ങൾ അടിക്കടി വന്ന് അട്ടഹാസം ദേവലോകത്തിലെല്ലാം പോയി കഷ്ടം. ആ സമയത്താണ് നന്ദിക്കരയിൽ വന്ന് ഇദ്ദേഹം വന്ന് വഴക്കമുണ്ടാക്കിയിട്ട് അടിപിട്ട് വിശ്വരൂപം കാണിച്ചു കൊടുത്തു. മഹാവിഷ്ണു വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പോൾ കേശൻ മയങ്ങി വീണു. ഉടനെ ആദിശേഷനെ വിളിച്ചു കെട്ടറാന്ന് കെട്ടി കെട്ടി കിടത്തി തെക്ക് വടക്ക കിടത്തി അതിന്റെ പുറത്ത് ശയന പറയുന്നത്. അതാണ് ആ സമയത്താണ് കേശിയും കൂട്ടുകാരി ഗോതയും ചേർന്ന് എന്റെ ഇത് ജേട്ടനെ കാണില്ല എന്ന് പറഞ്ഞപ്പോൾ ഗംഗാദേവി പിടിച്ചു. ഗംഗാദേവി പ്രാർത്ഥിച്ചപ്പം വരം കൊടുത്തു. എന്ത് വരം വേണം? നമുക്ക് വരമെന്ന് നമ്മളെ നദിയാ ചെയ്തുതരാൻ. 2 നദിയും അടിച്ചെടുത്തുകൊണ്ട് വരുമ്പോഴാണ് മഹാവിഷ്ണു നേരെ ഭൂദേവിയെ വിളിച്ചു, ഈ സ്ഥലത്തിനെ കുറച്ച് ഉയർത്തിക്കോ, ഇല്ലെങ്കിൽ ആറ്റുവെള്ളം കൊണ്ടുപോകും. അതാണ് ഈ സ്ഥലം വന്ന് 18 അടി പൊക്കത്തിലായി. ആറ്റുവെള്ളം അങ്ങോട്ട് പോകും. 2 സൈഡിലൂടെ ഒഴുകി പോയി. 2 സൈഡിലും ഒഴുകി തിരുവട്ടത്തിൽ ഒഴുകി. അപ്പോഴാണ് അവർക്ക് നമ്മളെ പറ്റിച്ചത്. അതാണ് തിരുവട്ടത്തിൽ ഒഴുകി. ആറുകൾ തിരുവട്ടത്തിൽ ഒഴുകിയത്. ആ സമയത്താണ് ഇദ്ദേഹം പിന്നെ കിടന്നില്ലേ, കിടന്നപ്പോൾ പരശുരാമന്റെ അവതാരം കഴിഞ്ഞ് പോയാണ്. പരശുരാമൻ പൂജയും ചെയ്തിട്ട് അങ്ങോട്ട് പോയി. അതാണ് തിരുവട്ടാർ. ഇത് മുമ്പ് കദളിവനം ചെമ്പകവനമാണ് ഈ സ്ഥലത്തിന്റെ പേര്. ആദിദാമപുരം എന്നാണ്. സ്വയംഭൂവാണ്. സ്വയംഭൂ എന്ന് വെച്ചാൽ തന്നെത്താനെ വന്ന് കിടന്ന സ്ഥലമാണ് ഈ തിരുവട്ടാർ. അപ്പൊ ഈ സ്വയംഭൂ എന്ന് പറയുമ്പോൾ ഈ വിഗ്രഹം ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നോ? ഇല്ല, ചെറുതായിട്ട് ഈ ഷേപ്പിലുണ്ടായിരുന്നു. ആണോ? കിടക്കുന്ന ആദിശേഷന്റെ പുറത്ത് കിടക്കുകയാണ്. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ 5 തലയും സൃഷ്ടിച്ചു ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിന് ചെറിയ ചെറിയ ഐറ്റം മാത്രം, അപ്പറൻറ്റീസ് നോക്കണില്ലേ, അതുപോലെ 2 ഐറ്റം മാത്രം കൊടുത്തു. വൈകുണ്ഠത്തേക്ക് വിളിച്ചു മൂലമന്ത്രം, സൃഷ്ടിയിലെ മൂലമന്ത്രത്തിനെ പറഞ്ഞു കൊടുത്തു. 4 വിധമായിട്ട് സൃഷ്ടിയാണ് ഇപ്പോഴും നടക്കുന്നത്. ഒന്ന് സാരായുജം എന്ന് പറഞ്ഞാൽ മനുഷ്യരും മൃഗങ്ങളും ഗർഭപ്പയിൽ നിന്ന് ഉണ്ടാക്കുന്നത് സാരായുജം. ഇന്നൊന്ന് രണ്ടാമത്തെ അണ്ടജം, മുട്ടയിൽ നിന്നുണ്ടാകുന്ന അണ്ടജം. ഇന്നൊന്ന് ഉത്പൂജം, വിത്ത് വിതകൾ ചെയ്യുന്നില്ല, ഉത്പൂജം ചെടികൾ. ഇന്നൊന്ന് തേജജം. തേജജം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്തെ, നമ്മുടെ വേർപോണ്ട് പേന മൂട്ടയെല്ലാം ഉണ്ടാവണില്ല, അതാണ് അത് നമ്മുടെ ദേഹത്ത്, അതായത് മൃഗങ്ങളുടെ ദേഹത്ത് സ്വയം ഉണ്ടാവുന്നതാണ് തേജജം. അങ്ങനെ 4 വിധമായ സൃഷ്ടിയാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പൊ നമ്മുടെ ദേഹത്തു നിന്നുള്ള അഴുക്കിൽ നിന്നുണ്ടാകുന്നത് അങ്ങനെ 4 തരം സൃഷ്ടി. ഒന്ന് മുട്ട, ഒന്ന് പിന്നെ അല്ലാതെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്നത്. അതിന് ഓരോ പേരുണ്ട്. സാരായുജം, അണ്ടജം, ഉത്പൂജം, തേജജം. ഈ 4 സൃഷ്ടിയും കഴിഞ്ഞാണ് വൈകുണ്ഠ അപ്പോയിന്റ്മെന്റ് അടച്ച് അദ്ദേഹത്തിന് കൊടുത്തു. ഇത് ആദിശേഷ സർപ്പത്തിന്റെ പുറത്ത് ഭുജംഗ സൈനത്തിൽ യോഗമുദ്രയിൽ, വലത് കൈ യോഗമുദ്രയിൽ, ഇടത് കൈ ആദിശേഷ സർപ്പത്തിന്റെ പുറത്തിട്ട് പടിഞ്ഞാറ് ദർശനമാ പള്ളി കൊണ്ടുപോകാനാണ് ശ്രീ ആദികേശവ തിരുവട്ടാർ. ഇതിനെ സൃഷ്ടിച്ചത് സ്വയംഭൂ അകത്ത് പരശുരാമന്റെ പൃഷ്ഠ വേണാടുപുരത്തിന് രാജാക്കന്മാർ ആദിത്യവർമ്മയും ഉദയമാർത്താണ്ഡവർമ്മയും കൂടെ ചേർന്നാണ് പോകുന്ന സാളഗ്രാം പെരുമാളാക്കിയത്. കടിശർക്കര യോഗത്തിൽ പോയത്. കടിശർക്കര യോഗം 41 ആയുർവേദ മെഡിസിൻ അതിനെ അരച്ച് കലക്കി കൊട്ടും. അത് ഈ കിപ്പി 700. സാളഗ്രാമത്തിന്റെ മേളിലാണോ ഇത് പൊട്ടിക്കുന്നത്? സാളഗ്രാമം എന്ന് പറയുന്ന ഒരു കല്ലിലാണ് ഉണ്ടാക്കുന്നത്. നേപ്പാൾ അതെ, നേപ്പാളിൽ നിന്ന് വരുന്നതാണ് അത്. അതിന്റെ മേളില് ഈ
പിന്നെ പിന്നെ കടിശർക്കര യോഗത്തിൽ പൊതിഞ്ഞാണ് ചെയ്യുന്നത്. അത് വന്ന് ഇവിടെ പുറത്ത് ശബ്ദം കാവടി കെട്ടെന്ന് പറഞ്ഞു. കാവടി കെട്ട് കിടക്കാം പുറത്ത്. ഇവിടുത്തെ ഭഗവാന്റെ നീളം എന്ന് പറയുന്നത് അല്ലെ 22 അടിയാണ്. പത്മനാഭസ്വാമിക്കാണെങ്കിൽ 18 അടിയേ ഉള്ളൂ. 12,000 സാളഗ്രാമം, 12,008 സാളഗ്രാമം. കലിയുഗം തുടങ്ങി 950 ദിവസം കഴിഞ്ഞാണ് പത്മനാഭന്റെ അനന്തംകാട്ടിൽ. അത് കലിയുഗം കഴിഞ്ഞിട്ട് തുടങ്ങിയതിന് ശേഷമാണ് അനന്തംകാട്ടിലാണ്. കലിയുഗം തുടങ്ങുന്നത് എപ്പോഴെന്നറിയാമോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. ക്രിസ്തുവിന് മുമ്പ് 3100 വർഷം ഫെബ്രുവരി മാസത്തിലാണ് കലിയുഗം തുടങ്ങുന്നത്. കലിയുഗം എന്ന് പറഞ്ഞാൽ ഒരു യുഗം 3,32,000 വർഷം. കലിയുഗത്തിൽ എല്ലാവർക്കും ഭക്തിയുണ്ട്. ഭക്തി യുഗമാണ് കലിയുഗം. എന്താ ദുഷ്ടത്തനവും ജാസ്തിയുള്ളത് കലിയുഗത്തില് 10,600 നടക്കണു. ഇപ്പോഴേ ഇങ്ങനെ ഇരുന്നാൽ അതായത് 3.5 ലക്ഷം 3,32,000 വർഷം. അത്രയും വർഷം കഴിയണം കലിയുഗത്തിൽ. നമ്മളിപ്പോ എവിടെ നിൽക്കുന്നു? കലിയുഗത്തിന്റെ എത്രാമത്തെ 10,600 വർഷമായിട്ടുള്ളൂ. ഇനി ലക്ഷക്കണക്കിന് ആകാൻ കിടക്കുന്നത്. ഇപ്പോഴേ ഇതാണ് അവസ്ഥ. അപ്പൊ പിന്നെ എന്താ ചെയ്യാതെ അല്ലെ? കലിയുഗം ഭക്തിയുടെ വർഷമാണ്. 108 ദിവ്യ ക്ഷേത്രങ്ങളിൽ 76-ാമത്തതാണിത്. AD 8-ാം നൂറ്റാണ്ടിൽ ആഴ്വാർ വന്ന് പാടിയിട്ടുണ്ട്. അപ്പൊ ദിവ്യക്ഷേത്രം. പിന്നെ ഇവിടെ പിന്നെ കൊളച്ചൽ യുദ്ധം നടന്ന സമയത്ത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1741 AD അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അദ്ദേഹം ഇവിടെ വന്ന് ഒടവാൾ വെച്ച് ഭഗവാന്റെ ഫ്രണ്ടില് 908 പണവും വെച്ച് പ്രാർത്ഥിച്ചിട്ട് ആണ് കൊളച്ചൽ യുദ്ധത്തിന് പോയി ജയിച്ചു വന്നത് അല്ലെ? അപ്പൊ പഴയ വേണാട് രാജാക്കന്മാരുടെ ഒക്കെ കാലത്തെ ഇത് അതിനെ മുന്നേ അതായത് ചേര രാജാക്കന്മാരുടെ കാലഘട്ടം അല്ലെ? ആ പീരീഡ് ആ 3 എഴുത്ത് ഇവിടെ ഉണ്ട്. ആ കാലത്ത് 3 എഴുത്തുണ്ട്. അപ്പൊ അന്നേ ഉണ്ടെന്നാണ് അർത്ഥം. വട്ടെഴുത്തുണ്ട്, കോലെഴുത്ത്. ഈ എഴുത്തിനാണ് മലയാളവും തമിഴും വന്നത്. ആ എഴുത്ത് 3. അതെ, സാറിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പണ്ട് ഇതൊക്കെ തിരുവിതാംകൂറായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ അണ്ണാച്ചിയാണ്. സുകുമാരൻ നായർ ഇപ്പൊ സുകുമാരൻ അണ്ണാച്ചി. കാര്യം ഇപ്പൊ തമിഴ്നാടിന്റെ ഭാഗം കന്യാകുമാരി ജില്ല. 1956 പെട്ടെന്നാണ് ഉള്ളത്. അതെ, 1956 പിരിച്ച്, അതായത് കന്യാകുമാരി ഡിസ്ട്രിക്ട് തമിഴ്നാടിനെ വിട്ടുകൊടുത്തത്. ഞാൻ അപ്പൊ മലയാളം തന്നെ പഠിച്ചത്. അല്ലെ, 3 ജില്ലകൾ അല്ലെ, 4 ജില്ലകൾ വിട്ടുകൊടുത്തു. അപ്പൊ എന്തായാലും ഇത് വളരെ 108 ദിവ്യക്ഷേത്രങ്ങളിൽ 76-ാമത്തെ ക്ഷേത്രം. ഇത് മഹാക്ഷേത്രം. അപ്പോൾ ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെക്കാട്ടിലും മുമ്പുള്ളത്. അപ്പോൾ ഇത് തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെയൊക്കെ കുലദൈവം എന്ന് തന്നെ പറയാം അല്ലേ? കാര്യം ഇവിടെ പത്മനാഭപുരം പാലസ് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ പ്രധാന ഡയറ്റിയാണിത്. 1729 വരെ ഉണ്ടായിരുന്നു. 1729 വരെ പത്മനാഭപുരം പാലസിലുണ്ടായിരുന്നു. അത് ശരി, ഓക്കെ. അപ്പം ശ്രീമൂലം തിരുനാളാണ് 1106 ഇത് കൊടിമരത്തിന്. എന്തുകൊണ്ടാണ് ഈ പഴയ കൊടിമരം ഇവിടെ നിന്ന് പോയത്? താഴെ ചെത്തുപോയി അല്ലേ? അപ്പൊ റീപ്ലേസ് ചെയ്ത് കൊടിമരം നമുക്ക് നട്ടല്. അതെ അതെ അതെ, അതുപോലെ കൊടിമരത്തിന്റെ ഇതായ കണ്ടുപിടിച്ചില്ലെങ്കിൽ കോവിലിന്റെ അധപ്പതനമാണ്. അപ്പൊ എന്തായാലും ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രം തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പൊ അതിന്റെ ഒരു ഐതിഹ്യം പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പൊ ബ്രഹ്മാവിന്റെ പിന്നെ യാഗം അല്ലെ, യാഗം മുടങ്ങുകയും അവിടെ എന്താ പറയാ ഭയങ്കര തീയെല്ലാം ആളി കത്തിയ സമയത്ത് 2 അസുരഗണങ്ങൾ വരുന്നു, കേശനും കേശിയും. അതിൽ കേശൻ ഇവരെ കുറേ ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ദേവന്മാരെല്ലാം ചെന്ന് മഹാവിഷ്ണുവിനോട് പരാതി പറഞ്ഞു, വിഷമം പറഞ്ഞപ്പോൾ മഹാവിഷ്ണു തന്നെ പിന്നെ ഇവരെ, അതായത് കേശനുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ഇറങ്ങി. അതിന് മുന്നേ തന്നെ ശിവൻ്റെ വരം കിട്ടിയിട്ടുണ്ട്. ബ്രഹ്മാവ് കൊടുത്ത വരമാണ് ചിരഞ്ജീവി എന്നുള്ളത്. അത് കാരണം കൊല്ലാൻ പറ്റില്ല. എങ്കിലും വിശ്വരൂപം കാണിച്ചപ്പോൾ കേശൻ മയങ്ങി വീണപ്പോൾ കെട്ടി, അതായത് നമ്മുടെ ആദിശേഷൻ സർപ്പത്തിനെ കൊണ്ട് കെട്ടി. എന്നിട്ട് ആ കെട്ടിയതിൻ്റെ അപ്പം ഇവിടെ കിടക്കുന്ന മഹാവിഷ്ണു, അതായത് ഇവിടുത്തെ ഭഗവാൻ കിടക്കുന്നത് ഈ കേശൻ്റെ മുകളിലാണ്. ആദിശേഷൻ ഇങ്ങനെ വരിഞ്ഞ് കെട്ടിയിരിക്കുന്ന കേശൻ്റെ മുകളിലാണ് തെക്ക് വടക്കായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. തെക്ക് ഭാഗത്താണ് തല വരുന്നത്, അതായത് ശിരസ്. പിന്നെ അതാണ് അതിൻ്റെ ഒരു ടോട്ടലായിട്ട് പറയുന്ന ഐതിഹ്യം. പിന്നെ ആ സമയത്താണ് പറളി എന്ന് പറയുന്ന കേശിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കേശി വന്നു ഗംഗാദേവിയായിട്ട് പ്രാർത്ഥിച്ചിട്ട് അവരെ നദിയാക്കി മാറ്റി. അപ്പോൾ നദി പരളിയാകുന്നു. അത് പരളിയും അതോടൊപ്പം കോതയാറും, ഇവർ രണ്ടും കൂടെ ഇങ്ങോട്ട് റഷ് ചെയ്ത് വന്നപ്പോഴാണ് ഭൂമിദേവി വന്നിട്ട് അത് ഇങ്ങനെ 2ആക്കി വിട്ടു അല്ലേ? അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ഈ പ്രദേശത്തൂടെ ഇങ്ങനെ ചുറ്റിപ്പോയി.
ഈ അതുപോലെ തന്നെ ഇതിനെ പൊക്കുകയും ചെയ്തു. ഈ ഒരു ഭാഗം നമ്മാழ்വാർ പാടിയത് മലൈ മടത്ത തമിഴ് പിടിക്കും. നമ്മാழ்വാർ ഇദ്ദേഹത്തിനെ പറ്റി 7-8 പാടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ 7-8 നൂറ്റാണ്ടിൽ 11 പാട്ട് ഇദ്ദേഹത്തിനെ പറ്റി. തമിഴിൽ പാട്ടാ. അടിവണങ്ങുവാർ അടിയാർപ്പം അടിയനേർ കാഴിയാൻ അരുൾ തരുവാർ അമകിன்றான் ഇത് நமது വിധിവകയിൽ ഇരുൾ തരും മഞ്ഞാലത്തുൾ ഇനി പിറവിയാൻ വേണ്ടേ മരളൊഴി മടനഞ്ചേ വാട്ടാറ്റാൻ അടിവണങ്ങി മഞ്ഞാള പെറുപെറുപ്പാൻ കേട്ടായേ മടനഞ്ചേ കേശവൻ എമ്പെരുമാൻ. ഇതൊരു തമിഴ് കവിതയാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. എനിക്ക് അതിനൊന്നും മനസ്സിലായില്ല. നമ്മാழ்വാറിന്റെ കവിതയാണ്. 7-8 നൂറ്റാണ്ടിൽ ഈ പെരുമാൾ ഭഗവാനെ കുറിച്ചുള്ള കവിതയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഈ ഭാഗം ഒരു 18 അടി അല്ലേ പൊക്കത്തിലാണ്, ഗ്രൗണ്ട് ലെവലിൽ നിന്നും പൊങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ ഐതിഹ്യങ്ങളുണ്ട്. കോതയാറും പിന്നെ പർളിയും കൂടെ ഇങ്ങനെ ഒഴുകിയതും അതിങ്ങനെ ചുറ്റി പോയതുകൊണ്ടാണ് തിരുവട്ട. പിന്നെ സാറെന്ന് പറഞ്ഞാൽ ഒരു എൻസൈക്ലോപീഡിയ ഓഫ് നോളജാണ്. ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം ചോദിക്കാം. അപ്പം സന്തോഷം, താങ്ക് യു സോ മച്ച്. ആയിക്കോട്ടെ, സാറിന് കാവടിയിൽ പങ്കെടുക്കാൻ പോകണമെന്നുണ്ട്, അതുകൊണ്ട് പോവാണ്. ആയിക്കോട്ടെ. അപ്പൊ ഈ ക്ഷേത്രത്തിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ പട്ടാളം ചേട്ടനെ കാണണമെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഐതിഹ്യ പെരുമകളെല്ലാം കേട്ടല്ലോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസാണ് ആ ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നത്. അതായത് പട്ടാള ചേട്ടൻ സുകുമാരൻ നായർ സാറ്. പിന്നെ അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ തന്നെ ജീവിച്ച് പോകുന്ന ഒരു മനുഷ്യനാണ്, രാവിലെയും വൈകുന്നേരവും ഫുൾ ടൈം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ക്ഷേത്രം സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ കാണണമെന്നുണ്ടെങ്കിൽ 9 മണി കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ കാണാൻ പറ്റും. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. പിന്നെ അകത്ത് കയറി പ്രാർത്ഥിച്ച് ഭഗവാൻ നല്ല ചൈതന്യമുള്ള ഒരു 1500 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമല്ല, അപ്പോൾ ചൈതന്യം കൂടുകയേ ഉള്ളൂ. ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ ഫ്ലേവേഴ്സ് പിന്നീട് ഷൂട്ടിനാണ് ഇവിടെ വന്നത്. വന്നപ്പോഴത്തേക്കും അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടും. അപ്പോൾ ഭഗവാന്റെ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് അതൊരു വലിയ പുണ്യമല്ലേ. അന്നേരം ഞാൻ ചോറും 1-2 കറികളും പായസമൊക്കെ കൂട്ടി ഇവിടുത്തെ ഊട്ടുപുരയിൽ വെച്ച് കഴിച്ചു. പക്ഷേ ഇപ്പോൾ കൊറോണ വന്നത് കാരണം അന്നദാനം നിർത്തിയിരിക്കുക, വീണ്ടും ഓപ്പൺ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഒരു പഴം കിട്ടി അകത്തുനിന്ന് പ്രസാദമായിട്ട്, അത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് തന്നെ വിചാരിക്കട്ടെ. കാര്യം ഇതൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നൊരു സ്ഥലമാണ് ക്ഷേത്രങ്ങളും ഏതൊരു ആരാധനാലയമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വളരെ വളരെ സന്തോഷം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വരാൻ പറ്റുന്നവരൊക്കെ വരിക. ഇതൊരു നല്ലൊരു സ്ഥലമാണ് നമുക്ക് വന്നു പോകാനായിട്ട്. ട്രിവാൻഡ്രത്തുനിന്ന് വളരെ അടുത്തല്ലേ, 45 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. തിരിച്ചു പോകാൻ സമയമാകുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. പിന്നെ ഒരു കാര്യം കൂടി, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് ദി ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ് ഫാമിലി. പോട്ടെ, ഇനി തിരിച്ച് എത്തണം. ഞാൻ എന്തായാലും യാത്ര പറഞ്ഞ് താഴോട്ട് ഇറങ്ങിയതാണല്ലോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ അമ്മയെ കണ്ടു സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് ഇരിക്കാൻ വിചാരിച്ചു. ഇത് പടിഞ്ഞാറൻ നടയിൽ തന്നെ ഞാൻ ഇരിക്കുന്നത്. പായസം പോലും കിട്ടിയില്ല, എനിക്ക് ഒരു പ്രസാദവും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി പായസം അകത്തുനിന്ന് കൊണ്ടുവരാണ്, പാൽ പായസം. അപ്പോൾ ഭഗവാന്റെ പ്രസാദം കഴിക്കാതെ പോകേണ്ടി വന്നില്ല, ഭാഗ്യത്തിന് കിട്ടി. സന്തോഷം, താങ്ക് യു. ഇവരെല്ലാം പഴയ ആൾക്കാരാണ്. അമ്മ ഇങ്ങനെ വന്നേ. ഇത് ചേട്ടനും ഇവിടുത്തെ പഴയ ആൾക്കാരാണ്. ഇതാണ് അമ്മയുടെ പേര്? അംബിക എന്നാണ് അമ്മയുടെ പേര്. അമ്മ ഇരിക്കും. ഇവിടെ പണ്ട് ഇവിടുത്തെ എംപ്ലോയി ആയിരുന്നു, പക്ഷെ റിട്ടയർ ചെയ്തു. കാലിനൊക്കെ കുറച്ച് അസുഖം ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ അറിയാം, ക്ഷേത്രമായി ബന്ധപ്പെട്ട്. പാൽപ്പായസം, ഭഗവാന്റെ പാൽപ്പായസം കിട്ടി. അപ്പം എനിക്ക് ഭാഗ്യമുണ്ട്. അന്നദാനം ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ സങ്കടത്തിൽ പോയത്. പായസം കൊടുത്ത് സന്തോഷമായി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടി. എന്തായാലും ഒരു പിടി ചോറ് കഴിക്കാൻ പറ്റാതല്ലേ പോകുന്നത്. കാര്യം ഇവിടെ അന്നദാനം ഉണ്ടായിരുന്നെങ്കിൽ കഴിക്കാമായിരുന്നല്ലോ. അപ്പോൾ പായസം കിട്ടി.